BLSനെ നിരോധിച്ചോ? അവരുടെ പാസ്പോർട്ട് റിന്യൂവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ഈ വാർത്ത 2 ദിവസം മുമ്പ് നിങ്ങളും കേട്ട് കാണും. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമ്മളിൽ കൂടുതൽ പേർക്കും അറിയുകയും ചെയ്യാം. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ദുബായ് ഉൾപ്പെടെ ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ നാടുകളിൽ ഇന്ത്യക്കാർ അവരുടെ പാസ്പോർട്ട് റിന്യൂവൽ ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്ന ഒരു സ്വകാര്യ ഓപ്പറേറ്ററാണ് BLS. ഇന്നത്തെ ഡേറ്റ് 2025 ഒക്ടോബർ 16-ാം തീയതിയാണ്. ഇനി അങ്ങോട്ട് തുടർന്നും ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽ ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്ക് BLSനെ തന്നെയാണ് അതാത് നാടുകളിൽ ഇന്ത്യക്കാർ ആശ്രയിക്കേണ്ടത്. പക്ഷേ BLSൻ്റെ സർവീസിനെ കുറിച്ച് പലരായിട്ട് കേന്ദ്ര സർക്കാരിനോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. BLSൻ്റെ സർവീസ് പോരാ എന്നുള്ള തരത്തിൽ ചില കോർട്ട് കേസസൊക്കെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അപ്പോയിൻമെൻറ്റ് കിട്ടാത്തതിൻ്റെയും മറ്റൊക്കെ വിഷമങ്ങൾ നിങ്ങളുടെയും മനസ്സിൽ കാണും. അത്തരത്തിലുള്ള ചില കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇനി അങ്ങോട്ട് പുതിയ എന്തെങ്കിലും കോൺട്രാക്റ്റോ സർവീസിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഞങ്ങൾ BLSനെ പരിഗണിക്കുന്നതല്ല എന്ന് ഇന്ത്യൻ ഗവൺമെൻറ്, ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള തുടർന്നുള്ള കോൺട്രാക്റ്റ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിനർത്ഥം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന UAE ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽ ഉൾപ്പെടെ BLS ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസുകൾ അതുപോലെ തന്നെ തുടരും. അതുകൊണ്ട് പാസ്പോർട്ട് റിന്യൂവൽ ഉണ്ടെങ്കിൽ വേഗം BLSൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തോളൂ.